സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. AC ജോർജ് സാറിനെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി സാർ, നന്ദി. നമസ്കാരം. സാഹിത്യ സല്ലാപത്തിന്റെ സംഘാടകർക്കും അതുമാതിരി ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, എന്നെ കേൾക്കാൻ പോകുന്ന എല്ലാവർക്കും ആദ്യമേ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. അതായത് ആഘോഷങ്ങൾ വീണ്ടും പൂത്തിരി കത്തിക്കൊണ്ടിരിക്കുന്നു. ആ വിഷയം കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിച്ചായിരുന്നു. കുറെയൊക്കെ അതിനെപ്പറ്റി ആൾക്കാർ സംസാരിച്ചായിരുന്നു. ഇത് ഒരു തുടർച്ച എന്ന് മാത്രം. അതായത് ഈ എല്ലാ ആഘോഷങ്ങളെ പറ്റി നമുക്ക് എല്ലാവർക്കും ഏതാണ്ടെല്ലാം അറിവുള്ളത് തന്നെയാണ്. പിന്നെ ഈ വിഷയത്തിലെ ചില അംശങ്ങൾ ഞാൻ ഒന്ന് പൊടി തട്ടിക്കളഞ്ഞ് ഒന്ന് എടുത്തു വെക്കുന്നു എന്ന് മാത്രം. ഒരു ഓർമ്മ, ഒരു ശ്രദ്ധ ക്ഷണിക്കൽ മാത്രം. എന്റെ ചില ശിഥിലമായ ചിന്തകളുടെ ഒരു ഓർമ്മച്ചെപ്പ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിൽ മിക്കവാറും എല്ലാവർക്കും എന്നെക്കാളും കൂടുതലായിട്ട് അറിവുണ്ടായിരിക്കാം. ഓക്കെ, എന്റെ എല്ലാ പരിമിതികളും നിങ്ങൾ സദയം ക്ഷമിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആഘോഷങ്ങൾ എന്റെ വീക്ഷണത്തിൽ എന്ന വിഷയത്തെപ്പറ്റി ഞാൻ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഏറ്റവും വലിയ ദേശീയോത്സവം ഏതാണ്ട് ഇപ്പോഴും തുടരുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ആഘോഷങ്ങൾ എന്ന ചർച്ചയും ഈ ആഴ്ചയിൽ തുടരുന്നത്. ഈ ഓണാഘോഷം ഒരുപക്ഷെ ഒക്ടോബർ അവസാനം വരെ തുടർന്നു എന്നിരിക്കും. എന്നാൽ നമ്മുടെ വിഷയം ഓണാഘോഷം മാത്രമല്ല, നമ്മുടെ ആഘോഷങ്ങൾ എന്നതാണ് ഇന്നത്തെ വിഷയം. അതിനാൽ പരിമിതമായ ഒരു തോതിലെങ്കിലും നമ്മുടെ മുഴുവൻ ആഘോഷങ്ങളെ പറ്റിയും ഒരു ഓട്ടപ്രദക്ഷിണം, ഒരു വിഹക വീക്ഷണം നടത്താനാണ് ഞാനിവിടെ തുനിയുന്നത്. നമുക്ക് കേരളത്തിൽ, ഇന്ത്യയിൽ, ഇപ്പോൾ അമേരിക്കയിലും വേരുകളുണ്ട്. നമ്മൾ അമേരിക്കൻ മലയാളികളാണ്. അതിനാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും നമ്മൾ ഇപ്പോൾ അധിവസിക്കുന്ന അമേരിക്കയിലെയും ആഘോഷങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ആഘോഷങ്ങൾ ഒരു തരത്തിൽ ഉത്സവങ്ങളാണ്. എന്നാൽ എല്ലാ ആഘോഷങ്ങളും ഉത്സവങ്ങളല്ല. അതുപോലെ എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളുമല്ല. നമ്മുടെ ആഘോഷങ്ങളെ വ്യക്തിപരം, കുടുംബപരം, സാമൂഹ്യം, സാംസ്കാരികം, ഭാഷാപരം, മതപരം, ദേശീയം, സാർവദേശീയം എന്നൊക്കെ തരംതിരിക്കാം. വ്യക്തിപരമായ ആഘോഷങ്ങൾ എന്താണ് ഈ വ്യക്തിപരം? ഒരു വ്യക്തി കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആഘോഷങ്ങൾ ആരംഭിക്കും. ആ കുട്ടി കരഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആഘോഷങ്ങൾക്ക് പൂത്തിരി കത്തിക്കുന്നത്. പക്ഷേ ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും അതൊരു കുടുംബ ആഘോഷമാണ്. ഒരു കുഞ്ഞ് പിറന്നു, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു, എങ്ങും അഭിനന്ദനങ്ങളുടെ പ്രവാഹം, ഹാപ്പി ബർത്ത്ഡേ കുട്ടിക്ക് ആ കുടുംബത്തിനെ തേടിയെത്തുകയാണ് എല്ലാവരും. അവിടെയാണ് നമ്മുടെ ആദ്യത്തെ ആഘോഷത്തിന്റെ ആവിർഭാവം. പിന്നെ ആ കുട്ടിക്ക് നാമകർമ്മം ചെയ്യുന്നു, മാമോദീസ എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു. പിന്നെ അതിനുശേഷം വിദ്യാരംഭം, നിറത്തെഴുത്ത് എന്നെല്ലാം നമ്മൾ പറയാറില്ലേ, എഴുത്ത്, ദയാഭരണ ഈശോയെ എന്ന് ഈ ക്രിസ്ത്യാനികൾ എഴുതുന്നു. ശ്രീകൃഷ്ണ നമ എന്ന് ആശാങ്കളരിയിൽ പോയി പണ്ട് കാലത്ത് മണലിലോ അരിയിലോ എഴുതി ഹിന്ദുക്കള്, അങ്ങനെ പലവിധ, അതും ഒരാഘോഷമാണ്. ഇതെല്ലാം പിന്നെ ഗ്രാജുവേഷൻ കുട്ടികളുടെ, പിന്നെ അതിന് കഴിഞ്ഞ വിവാഹം, അതെല്ലാം ആഘോഷങ്ങളാണ്. ഇങ്ങനെ ഈ ആഘോഷങ്ങൾ മനുഷ്യ ജീവിതത്തിലെ വ്യക്തികളിൽ തുടങ്ങി സമൂഹത്തിലേക്ക് കടന്നു കയറുകയാണ്. ഇതെല്ലാം വ്യക്തിപരം, പിന്നെ കുടുംബപരം, പിന്നെ മതപരം. പള്ളിപ്പെരുന്നാളുകള്, പുണ്യവാന്മാരുടെ പെരുന്നാളുകള്, ക്ഷേത്രങ്ങളില്, അമ്പലങ്ങളില്, മോസ്കുകളിലെ ഉത്സവങ്ങള്, ആറാട്ട്, ശിവരാത്രി, കൃഷ്ണജയന്തി, വിഷു, ഗരുഡൻ പറവ, പറയൻതുള്ളൽ, തൃശൂർ പൂരം, ചോറ്റാനിക്കര ഉത്സവം, പെരുന്നാളുകൾ ധാരാളം. അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാള്, അരുവിത്തറ പള്ളിയിലെ പെരുന്നാള്, മലയാറ്റൂർ,
പരുമല, കാഞ്ഞൂർ, അന്നേ വേളാങ്കണ്ണി, കുറവിലങ്ങാട് മർത്തമറിയം പള്ളി, അതിരമ്പുഴ, മാരാമൺ കൺവെൻഷൻ, തൃശ്ശൂർ പൂരം. ഞാൻ ഒരു സെക്കൻഡ് ഇപ്പം ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ് ഈ ഗാനം ശിവരാത്രി കാണേണം നീ, ആലുവ ശിവരാത്രി കാണേണം നീ, മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാള് കൂടണം, ശിവരാത്രി കാണേണം നീ, ആലുവ ശിവരാത്രി കാണേണം നീ. അങ്ങനെ നമ്മള് ആഘോഷത്തിന്റെ ഒരു 2 വരി, എനിക്ക് പാടാൻ അത്ര നിശ്ചയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് 2 വരി ഒരു ടേപ്പ് കേൾപ്പിക്കുക ചെയ്തത്. അപ്പോ അതിന് ഈ സന്ദർഭങ്ങളിലെല്ലാം നാടകം, നൃത്തം, കഥാപ്രസംഗം, വെടിക്കെട്ട്, പ്രദക്ഷിണം, ഘോഷയാത്ര, ചണ്ടമേളം, പൂരപ്പാട്ട്, കൊടുങ്ങല്ലൂർ ഭരണി, ചിലയിടങ്ങളിൽ അടിപിടി, കച്ചവടം, കിലിക്കുത്ത്, ബൈബിൾ കഥാപ്രസംഗങ്ങള്, ഗാനവേള. പിന്നെ എന്റെ ഇടവപ്പള്ളിയിൽ പെരുന്നാളായിരുന്നു എന്റെ ഏറ്റവും വലിയ ഉത്സവം. എന്റെ ചെറുപ്പകാലത്തെ കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നത്. പൈങ്ങോട്ടൂർ സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസ് സഹതായുടെ തിരുനാൾ വരാൻ ഞാൻ എന്റെ ചെറുപ്പത്തില് ഈ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ കാത്തിരിക്കുമായിരുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്സവമായിരുന്നു അത്. അതൊന്ന്. പിന്നെ രാഷ്ട്രീയക്കാരുടെ മൈതാന മീറ്റിംഗ്, മൈതാന പ്രസംഗം എല്ലാം ഒരു ഉത്സവമായി ഞാൻ കരുതി. ഞാനൊരു മലനാട്ടുകാരനാണ്. മൂവാറ്റുപുഴ, തൊടുപുഴ, കോതമംഗലം അടുത്ത് അവിടെ മലനാടൻ പ്രദേശമാണ്. ഇപ്പോൾ അത് കേരളം മുഴുവൻ ഒരു ടൗണായി. എങ്കിൽ പോലും ഞാൻ ആ കാലത്ത്, എൻ്റെ ചെറുപ്പകാലത്ത്, മലനാട് കർഷക യൂണിയന്റെ ഫാദർ ജോസഫ് വടക്കൻ, മത്തായി മാഞ്ഞൂരാൻ, ജോൺ മാഞ്ഞൂരാൻ, PT ചാക്കോ ആഭ്യന്തരമന്ത്രിയായി ഇരുന്ന അദ്ദേഹം അന്തരിച്ചുപോയി, KM ജോർജ്, CM സ്റ്റീഫൻ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, AK ഗോപാലൻ, ജോർജ് ഫെർണാണ്ടസ് തുടങ്ങിയവരുടെ പ്രസംഗങ്ങൾ എനിക്കൊരാഘോഷം മാതിരിയായിരുന്നു. അന്ന് വിമോചന സമരത്തിൽ പങ്കെടുത്തതിൽ ഇന്നെനിക്ക് പശ്ചാത്താപമുണ്ടെങ്കിലും അന്ന് സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്ന എനിക്ക് ആ സമരവും പന്തങ്ങളും പ്രകടനവും കഴുത്തിൽ മാലയിട്ട് അറസ്റ്റ് വരിച്ച ഇതെല്ലാം ഒരാഘോഷം തന്നെയായിരുന്നു. ആഘോഷമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കിയത്. ആഘോഷങ്ങളുടെ മറ്റൊരു പാശ്ചാത്തലത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ആദ്യകാലം മുതൽ തന്നെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. ചരിത്ര പുസ്തകങ്ങളിൽ, മതഗ്രന്ഥങ്ങളിൽ, പുരാണങ്ങളിൽ, ബൈബിളിൽ എല്ലാം വൈവിധ്യമേറിയ ആഘോഷങ്ങൾ എങ്ങനെ ഏതു വിധത്തിൽ ആഘോഷിക്കാം എന്നതിനെപ്പറ്റി ധാരാളം പരാമർശനങ്ങളുണ്ട്. തിന്മയുടെ മേൽ നന്മയുടെ വിജയം ആഘോഷിച്ചിരുന്നു. പക്ഷെ ഏതാണ് നന്മ, ഏതാണ് ധർമ്മം, ഏതാണ് തിന്മ എന്നതിനെപ്പറ്റി അന്നും ഇന്നും തർക്കങ്ങൾ നിലനിൽക്കുന്നു. ഞാൻ നന്മ എന്ന് പറയുന്നത്, നന്മ ജയിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ വീക്ഷണത്തിൽ, നിങ്ങളുടെ ദൃഷ്ടിയിൽ തിന്മയായിരിക്കാം. തിന്മ ജയിച്ചു എന്നാകാം. അതെല്ലാം മറിച്ചും തിരിച്ചുമാകാം. ഞാൻ സന്തോഷവും വിജയവും ആഘോഷിക്കുമ്പോൾ നിങ്ങൾ തോൽവിയുടെ ദുഃഖമാകാം ആഘോഷിക്കുന്നത്. ഒരു രാജാവ് കൊന്ന് അയൽ രാജ്യം വെട്ടിപ്പിടിക്കുന്നു, അശ്വമേധയാഗം നടത്തുന്നു, ചതിയിലും വഞ്ചനയിലും എതിരാളിയെ തോൽപ്പിച്ച് വിജയം ഒരു മഹോത്സവമായി, വിജയിച്ച ദേശത്തിന്റെ ദേശീയോത്സവമായി കൊണ്ടാടുന്നു. ആ ഉത്സവവും നീതീകരിക്കപ്പെട്ടതാണോ ഒന്ന് ചിന്തിക്കുക. തോൽക്കപ്പെട്ട രാജാവിനും പ്രജകൾക്കും മാനഹാനിയും ജീവഹാനിയും. അവർ കണ്ണീർ കയത്തിലാകുന്നു. അവിടെ ആഘോഷവും കൂട്ടക്കരച്ചിലും മാത്രം. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സഹന സമരത്തിലൂടെ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അക്രമരാഹിത്യത്തിലൂടെ ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് 15 നമ്മളെല്ലാം ഇന്ത്യക്കാര് ആഘോഷമായി ആചരിക്കുന്നു. ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ജൂലൈ 4 അമേരിക്ക സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. നമ്മൾ അമേരിക്കൻ മലയാളികളും നമ്മളും അത് ആഘോഷിക്കുന്നു. അന്നും പരേഡുകൾ, ഫയർവർക്സ്, ബാർബിക്യൂ, മ്യൂസിക് കൺസർട്ട്, രുചികരമായ ആഹാരം, അതെല്ലാം അമേരിക്കയിലെ പൊതു അവധി ദിനം കൂടിയാണ്.
നന്മയുടെ, നീതിയുടെ വിജയത്തിന്റെ ആഘോഷങ്ങളാണ് ഇതൊക്കെ. എന്നാൽ ക്രൂരമായ ആഘോഷങ്ങൾ, അനീതിയുടെയും അക്രമത്തിന്റെയും ആഘോഷങ്ങൾ എങ്ങും നടക്കുന്നില്ലേ? ചില കള്ളക്കടത്തുകാർ അവരുടെ സാമ്പത്തിക വിജയങ്ങൾ ആഘോഷിക്കുന്നു. രാഷ്ട്രീയക്കാൾ എതിരാളിയെ തോൽപ്പിച്ച് തന്റെ വിജയം, കുതന്ത്രത്തിൽ ബിസിനസ് എതിരാളിയെ തോൽപ്പിച്ച് നേടിയ വിജയം, കള്ള സന്യാസികൾ, പൂജാരികൾ പൊതുജനങ്ങളെ വഞ്ചിച്ച് നേടിയതിന്റെ വിജയാഘോഷങ്ങൾ നടക്കാറില്ലേ? നമ്മൾ കാണാറില്ലേ, വായിക്കാറില്ലേ, അറിയാറില്ലേ? മദ്യവും മദിരാക്ഷിയും പേക്കൂത്തുമായി അവർ ആഘോഷിക്കാറില്ലേ? 70-80കളിലെ ചില ചലച്ചിത്രം ഞാനൊന്ന് കണ്ടതിലേക്ക് എൻ്റെ ഓർമ്മ അങ്ങോട്ട് പോവുകയാണ്. ചിത്രങ്ങൾ ഈ പ്രായത്തിൽ എനിക്കിപ്പോൾ 68 വയസ്സുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആ കാലഘട്ടത്തിൽ ഒരു സിനിമകളിലേക്ക് ഞാൻ കാണുന്ന 70-80 ആ സിനിമകളിലേക്ക് ഞാൻ കണ്ണോടിക്കുമ്പോൾ ചിലത് അന്ന് ജോസ് പ്രകാശ്, ബാലൻ കെ നായർ, KP ഉമ്മർ, ഭീമൻ രഘു, കോട്ടയം ചല്ലപ്പൻ, അച്ചൻ കുഞ്ഞ്, TG രവി, ക്യാപ്റ്റൻ രാജു തുടങ്ങിയവർ നായകനെയോ നായികയോ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് അവരെ നിർത്തി പീഡിപ്പിച്ച് ഒരു മദ്യപാനം, ഒരു ക്ലബ്, കാബ്രേ ഡാൻസ്, ജ്യോതിലക്ഷ്മി, ഡിസ്കോ ശാന്തി, കുയിലി, സിൽക്കി സ്മിത, അനുരാധ തുടങ്ങിയവരുടെ ഒരു അർത്ഥനഗ്ന കുലുക്കി കലക്കൻ നൃത്തം, ഇതെല്ലാം തിന്മയുടെ വിജയത്തിന്റെ പ്രതീകാത്മകമായ ആഘോഷങ്ങളായിരുന്നു. ഇന്ന് ആ ക്ലബ് ഡാൻസ് ഒരുതരം ഗ്രൂപ്പ് ക്ലബ് നൃത്തമായി ആഘോഷിക്കുന്നു. സ്ത്രീകളെ ബലമായിട്ടും മയക്കിയും വശപ്പെടുത്തിയും ചിലപ്പോൾ ബലാത്സംഗം ചെയ്തും കടിച്ചു കീറിയും അതിക്രൂരമായ ആഘോഷങ്ങൾ ഇന്ന് ചില ക്രൂരന്മാർ നടത്തുന്നു. പീഡനങ്ങൾ കശ്മലന്മാർ നടത്തുന്നു. ഈ ക്രിമിനൽസിന് ഇതെല്ലാം ആഘോഷങ്ങളാണ്. ഈ ക്രിമിനൽ ആക്ടിവിറ്റി എല്ലാവർക്കും ആഘോഷങ്ങളാണ്. ഈ ആഘോഷക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ കൽത്തുറുങ്കിൽ നിത്യമായിട്ട് അടയ്ക്കണം. അവരവിടെ കിടന്ന് കൽത്തുറുങ്കിൽ കിടന്ന് ആഘോഷിക്കട്ടെ എന്നാണ് ഞാൻ കൂട്ടത്തിൽ നിന്ന് ചേർക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി കേരളത്തിൽ പ്രത്യേകമായ കാലക്രമങ്ങളൊന്നുമില്ലാത്ത ചില ആഘോഷങ്ങളെ പറ്റി പറയാം. ആ ആഘോഷത്തിമിർപ്പ് പരിപാടികൾ ഔചിത്യം പോലെയാകാം. രാഷ്ട്രീയ നേതാക്കൾക്ക്, മതമേലധ്യക്ഷന്മാർക്ക് സ്വീകരണം, അതിന് അവർക്ക് ചെണ്ട, വാദ്യമേളം, താലപ്പൊലി, നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ, കരിമരുന്ന് പ്രയോഗം എല്ലാം യുക്തം പോലെ, കീശയിലെ പണത്തിന്റെ കനം പോലെ അതെല്ലാം നടത്താം, ആഘോഷിക്കാം. ഭാരതത്തിലെ വൻ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന വമ്പിച്ച ആഘോഷങ്ങളും ഉത്സവങ്ങളുമാണ് ദീപാവലി, ഹോളി, പൊങ്ങൽ, യുഗാദി, മകരവിളക്ക് തുടങ്ങിയവ. ചില വ്യത്യസ്ത കാലയളവിൽ നടക്കുന്ന മഹോത്സവങ്ങൾ: ഒന്ന്, അലഹാബാദിലെ കുംഭമേള, ഭാരതപ്പുഴയിലെ തിരുനാവായ മണൽപ്പുറത്ത് നടക്കുന്ന മാമാങ്കം, മൈസൂറിലെ ദസറ മുതലായവ. കേരളത്തിലെ ഓണം, വിഷു, മറ്റ് കാർഷിക മേളകൾ, കാളയോട്ടം, വള്ളംകളി തുടങ്ങിയ ആഘോഷങ്ങളിലേക്ക് കൂടുതൽ ഞാൻ കിടക്കുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അതിലേക്ക് ഞാൻ ഇപ്പോൾ വീണ്ടും കിടക്കുന്നില്ല, അത് ആവർത്തനമാകും. അമേരിക്കൻ മലയാളികളുടെ ആഘോഷങ്ങളിലേക്ക് ഞാനൊന്ന് ചെറുതായിട്ട് കിടക്കാം. അമേരിക്കയിൽ മലയാളിക്ക് കൂട്ടമായ മലയാളി കുടിയേറ്റം ഏതാണ്ട് 1970കളിലാണ് ആരംഭിച്ചത്. അപ്പോൾ ഞാൻ 73 ഒടുവിലാണ് ഇവിടെ എത്തിയത്. മലയാളിയുടെ ഗ്രഹാതുര ചിന്ത അന്ന് കൂടുതൽ പ്രകടമായിരുന്നു. ഓണം, വിഷു, ഈസ്റ്റർ, ക്രിസ്തുമസ് തുടങ്ങിയ കേരളീയ രീതിയിൽ ആഘോഷിക്കാൻ പലയിടത്തും മലയാളികൾ അന്ന് ഒത്തുകൂടി. അത് പിന്നീട് പല സംഘടനകൾക്കും അസോസിയേഷനുകൾക്കും വഴിയൊരുക്കി. ആദ്യം നമ്മൾ കൂടിയത് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ആഘോഷിക്കുക എന്ന സംഘടനയെ പറ്റി ആരും ചിന്തിച്ചിരുന്നില്ല. പിന്നീട് അത് സംഘടനകൾ സംഘടിച്ച് ശക്തരാകാനുള്ള ഒരു വിത്തുപാകി. ഓക്കെ, കുടിയേറ്റ മലയാളികളുടെ എണ്ണം കൂടിയതോടെ സംഘടനകൾ പല രൂപത്തിലും ഭാവത്തിലും പേരിലും നിലവിൽ വന്നു. ചിലത് പെറ്റുപെരുകി, ചിലത് പല കഷണങ്ങളായി പിളർന്ന് വളരുന്നതിന് പകരം തളർന്നുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം എത്ര തളർന്നാലും ശുഷ്കമായ ആളുകളെ വെച്ച് ഇന്നും ആഘോഷങ്ങൾ അവർ നടത്തുന്നു. പള്ളിക്കാരും, ഞാൻ ചില സംഘടനകളുടെ പേര് കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരും ചിലപ്പം. അതായത്
ഫൊക്കാന, ഫോമ, വേൾഡ് മലയാളി എല്ലാം നമുക്കറിയാവുന്ന അംബ്രല്ല അസോസിയേഷനുകളാണ്. അതെല്ലാം വിട്ടിട്ട് ചിലപ്പോൾ പത്തനംതിട്ട അസോസിയേഷൻ, കോഴഞ്ചേരി അസോസിയേഷൻ, കോട്ടയം അസോസിയേഷൻ, റാന്നി, കോന്നി, മലപ്പുറം, പിന്നെ ഇന്നലെ ഇവിടെ ഈ ഹ്യൂസ്റ്റണിൽ ഇവിടെ ഒരു കണ്ണൂർ അസോസിയേഷനും ഉണ്ടായി. കണ്ണൂർ നിവാസികളെല്ലാം കൂടെ കൂടി കണ്ണൂർ അവർ ഓണം ആഘോഷിച്ചു. സ്ഥലനാമങ്ങളുടെ പേരിലുള്ള എല്ലാം കൂടി. തുടർന്ന് ഓമന, അത് കുറച്ച് നാളായി. ഓമന എന്ന് പറഞ്ഞ ഒരു അസോസിയേഷന്റെ പേരാ. ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇത് ഓമന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ നോർത്ത് അമേരിക്ക, ഒരു അസോസിയേഷനാണ്. പിന്നെ വേറെ ഒരു അസോസിയേഷന്റെ പേരാണ് സുമാന എന്ന് പറഞ്ഞാൽ അതും ഒരു പെണ്ണിന്റെ പേരാ. പക്ഷെ അത് ഇങ്ങനെയാണ്, സുപ്രീം യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക. പിന്നെ വേറെ ഒരു പെൺകുട്ടിയുടെ പേര്. കാരണം ഇതിനെല്ലാം പെണ്ണിന്റെ പേര് വന്നു കഴിഞ്ഞാൽ അട്രാക്ഷൻ, ആൾക്കാർ ഓടിക്കൂടും. അതാ ഈ പെണ്ണിന്റെ പേര് വെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിനെല്ലാം മീനിങ് ഉണ്ട് താനും. പ്രേമ ഒരു അസോസിയേഷൻ, അതും ഒരു സുന്ദരിയുടെ പേരാ, പ്രേമ. ഫിലാഡൽഫിയ എൽഡേഴ്സ് മലയാളി അസോസിയേഷൻ, എൽഡേഴ്സ് ആണ് കേട്ടോ. പിന്നെ വേറെ ഒന്നും, അതും ഒരു സുന്ദരിക്കുട്ടി, ഒരു സിനിമ നടിയുടെ പേര് അമല. അമേരിക്കൻ മലയാളി അസോസിയേഷൻ ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ, അതിന്റെ പേരാണ്. പിന്നെ അടുത്ത ഒരു പേര് കേട്ടാൽ നിങ്ങൾക്ക് ഒന്നോടെ ചിരി വരും, മാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മാമ എന്നൊക്കെ ചോദിക്കുമ്പോ കേരളത്തിലൊക്കെ എനിവേ അതിന്റെ ഫുൾ നെയിം ഞാൻ പറയാം. മാമ എന്ന് പറഞ്ഞാൽ മലയാളി മങ്ക അസോസിയേഷൻ. ഏതോ ഒരു കാലത്ത് ഫൊക്കാനായിലോ എവിടെയോ ഏതോ ഒരു അസോസിയേഷന് ഒരു മലയാളി മങ്കയ്ക്കോ എന്തിനോ വേണ്ടി ഒരു മത്സരം നടന്നു. അവരെല്ലാം കൂടെ വെളി വന്നിട്ട് മലയാളി മങ്ക അസോസിയേഷൻ ആക്കി. അങ്ങനെ ആ അസോസിയേഷനാണ് മാമ എന്നും പറഞ്ഞ് ഇവിടെ ഹ്യൂസ്റ്റണിൽ നിലവുണ്ട്. പിന്നെ വേറെ ഒരു അസോസിയേഷന്റെ പേരാണ് മാക്കാന. അത് കേട്ടാലും ചിരി വരും. മാക്കാൻ നമ്മൾ പറയാറില്ലേ, മാക്കാന, മലയാളി കേരളൈറ്റ്സ് ഇൻ നോർത്ത് അമേരിക്ക, അതാണ് അതിന്റെ അർത്ഥം. പിന്നെ ഒരെണ്ണം ഓർമ്മ, അതായത് ഓവർസീസ് റിട്ടേൺഡ് മലയാളി അസോസിയേഷൻ. പിന്നെ വേറെ ഒന്ന് റോക്കലാൻഡ് മലയാളി അസോസിയേഷൻ. പിന്നെ എഴുത്തുകാരുടെ ലാന, പൂന, സർഗവേദി, വിചാരവേദി, റൈറ്റേഴ്സ് ഫോറം, മലയാളം സൊസൈറ്റി, തർക്കവേദി, ഗുസ്തിവേദി, മറ്റ് പ്രസ് സംഘടനകൾ, പമ്പ, കല തുടങ്ങിയവർക്ക് പുറമെ വീട്ടിൽ കുത്തിയിരുന്ന് സമയം കൊല്ലി ആസ്വാദകരുടെ പ്ലേയിങ് കാർഡ് അസോസിയേഷനും ഉണ്ട്. പിന്നെ സീരിയൽ കാണേഴ്സ് അസോസിയേഷൻ, അത് ചുമ്മാ തമാശന് കുറെ ലേഡീസ് എല്ലാം ചേർന്ന് ഒരു തമാശന് സീരിയൽ കാണേഴ്സ് അസോസിയേഷൻ, കുറച്ച് മലയാളവും ചേർത്ത് അങ്ങനെ ഒരു അസോസിയേഷനും ആക്കി. അപ്പോൾ ഇവർക്കെല്ലാം ഓണവും ആഘോഷങ്ങളെല്ലാം ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അതായത് അമേരിക്കൻ മലയാളികളുടെ ആഘോഷങ്ങളിലേക്ക് ഇനി കിടക്കാം. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. ഓക്കെ, അതൊക്കെ പള്ളിക്കാരും പിന്നീടാണ് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഏതാണ്ട് ഒരു 80-90കളിൽ പള്ളിക്കാരും അമ്പലങ്ങളും അമേരിക്കയിൽ കൂടുതലായിട്ട് കാലുകുത്തി. ഓരോരുത്തർ രൂപതകൾ സ്ഥാപിച്ചു, ഡയോസിസ് അങ്ങനെയെല്ലാം അവിടെ ഇവിടെയൊക്കെ ഉയർന്നു, പള്ളികളുടെ പെരുകി. അപ്പോൾ അവരുടെ ആഘോഷങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയായി. നാഷണൽ അസോസിയേഷനുകളുടെയും അംബ്രല്ല അസോസിയേഷനുകളുടെയും ശൗര്യവും വീര്യവും പ്രവർത്തനവും ഒന്ന് ഒതുങ്ങി. ഓക്കെ, അതോടെ. എന്നാലും ഈ പഴയ പല അസോസിയേഷനുകളുടെയും അവരുടെ തല നിറച്ചിട്ടും പല്ല് കൊഴിഞ്ഞിട്ടും പലരും വലിയ മേജർ അസോസിയേഷന് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവരെ ഓരോരോ ചെയർ മാറി മാറി കളിച്ചു. ഇന്നിപ്പോ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനാണ്, നാളെ പ്രസിഡന്റ് ആവും, പ്രസിഡന്റ് പിന്നെ സെക്രട്ടറി ആവും. അപ്പം അങ്ങനെ ഓരോരോ മ്യൂസിക്കൽ ചെയർ കളിച്ചു. യുവാക്കൾ മുന്നോട്ട് വരണമെന്ന് പറയുന്നു, പക്ഷെ യുവാക്കൾക്ക് അവിടെ കയറാൻ അവർ സമ്മതിക്കാറില്ല. പലപ്പോഴും അവർ തന്നെ മാറി ചെയർ കളിയാണ്. അത് നിങ്ങൾക്ക് വാർത്തയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാം. പലപ്പോഴും പല ആൾക്കാരും 20-30 വർഷമായിട്ട് അതേ അസോസിയേഷനിൽ തന്നെ കിടക്കുന്നു. അപ്പൊ അവരെല്ലാം സത്യത്തില് ഇപ്പൊ എന്താണ് പല്ല് കൊഴിഞ്ഞ ചില സിംഹങ്ങൾ എന്ന് ഞാൻ അവരെ വിളിക്കും തമാശയില് എപ്പോഴും. എന്റെ പല സുഹൃത്തുക്കളും ഉണ്ട്. ഓക്കെ, അപ്പൊ അവർക്കും ആഘോഷമുണ്ട്. ഓക്കെ, അതിനാൽ ഈ ആഘോഷങ്ങളിലും ഏതാണ്ട് ഒരു തരത്തില് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ടാണ് എന്ന് തോന്നുന്നു ഈ ആഘോഷങ്ങളിലും ഒരുമാതിരി കല്ലുകടി അനുഭവപ്പെട്ടു എപ്പോഴും. പിന്നെ സിനിമാക്കാരും സ്റ്റാർ നൈറ്റുകാരും മിമിക്രിക്കാരും യുഎസിലെത്തി. പലരും സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്നു. അവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ നാളെ ഒരു ആഘോഷമുണ്ട്, സിനിമാക്കാരുടെയാണ്. അടുത്ത ആഴ്ചയിൽ സിനിമാക്കാരുടെ ഒരു ആഘോഷം എനിക്ക് പോകേണ്ടിയിരിക്കുന്നു. ഞാൻ പോകുന്നുണ്ട് ഏതാണെങ്കിലും. ഈ ആഘോഷങ്ങൾക്ക്
തിരികൊളുത്തി US മലയാളിയുടെ കാശ് ഈ സിനിമാക്കാരും നാട്ടിൽ വന്നിരിക്കുന്ന മൂന്നാം കടക്കാരും രണ്ടാം കടക്കാരും എല്ലാം വാരിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കൻ മലയാളികളായ നമ്മുടെ ഓണാഘോഷങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഓണമുണ്ട്, ഞാനത് സൂചിപ്പിച്ചിരുന്നു, അതിനെപ്പറ്റി വീണ്ടും കിടക്കുന്നില്ല. ഓണത്തിന്റെ ഐതിഹ്യം, കഥകള്, പശ്ചാത്തലം, ആഘോഷങ്ങളെപ്പറ്റി ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. അതിനെപ്പറ്റി പലരും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ആവർത്തന വിരസത ഒഴിവാക്കുന്നു. പിന്നെ ഓണത്തെപ്പറ്റി പ്രത്യേകം പറയാനുള്ള വേറെ ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും അത് എടുത്തു പറയുന്നു, അത് വളരെ വേണ്ടിയതാണ് എന്ന് അതുകൊണ്ട് മാത്രം ഓണത്തിന്റെ സ്റ്റേജ് പരിപാടിക്ക് മുതൽ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടികൾക്ക് അപ്പുറമായിട്ട് കൊല്ലങ്ങളായിട്ട് പാർക്കിംഗ് ലോട്ടില് കാറിന്റെ ഡിക്കിയിൽ നിന്നുള്ള ഒരു ഓണക്കോടി നമ്മൾ പറയാറുണ്ട്. ഓണക്കോടിക്ക് പുറമെ ഓണക്കുടിയുണ്ട്. പാർക്കിംഗ് ലോട്ടിലെ ഡിക്കിയിലാണ് കുടി. ചില അവസരത്തിൽ കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു നമ്മുടെ മാവേലി തമ്പുരാനും പാർക്കിംഗ് ലോട്ടിലെ ഡിക്കിയിൽ നിന്ന് ഒരല്പം സേവിച്ചാണ് ഇറങ്ങിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മെസ്സേജ് പ്രജകൾക്കായിട്ട്, പ്രജാവത്സരനായ ചക്രവർത്തിക്ക് സ്വന്തം പ്രജകളെ സന്ദർശിക്കാൻ എത്തിയ ആ സന്ദർഭത്തിലെ മാവേലി തമ്പുരാൻ ഡിക്കിയിൽ നിന്ന് ഈ മദ്യം സേവിച്ചിറങ്ങിയത് കൊണ്ട് തലയപ്പുറം ആടിയാണ് വന്നത്. അപ്പോ അത് ഒരു തരത്തിലുള്ള ഒരു ആഘോഷം. എന്താണെങ്കിലും ഓണം ഇൻസ്റ്റന്റ് ഓണമാകുന്നു. ഇപ്പോൾ ഓണം കൂടുതലായി വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അതിനെപ്പറ്റിയൊക്കെ അത്ര ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ ഒരു അഖില ലോക ആഘോഷങ്ങൾ തന്നെയാണ്. ആഘോഷങ്ങളുടെ ഒന്നാം നിരയിൽ തന്നെ ക്രിസ്തുമസ് പുതുവത്സര പിറവി തന്നെ എക്കാലവും നിലകൊള്ളുന്നു, റെക്കോർഡായിട്ട് നിലകൊള്ളുന്നു. അവ എന്താണെന്ന് കൂടുതൽ പേർക്ക് ബോധ്യമുണ്ട്. ആവർത്തന വിരസതയാൽ അത് ഞാൻ ഒഴിവാക്കുന്നു. കാരണം അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും. ഒക്കെ പിന്നെ അമേരിക്കയിൽ വന്ന ശേഷം നമ്മൾ മനസ്സിലാക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒന്നാണ് താങ്ക്സ് ഗിവിംഗ്. കുടുംബങ്ങൾ ഒത്തുചേരുന്നു. ദൈവത്തിനും മാതാപിതാക്കൾക്കും ജീവിതത്തിൽ സഹായിച്ച എല്ലാവർക്കും നമ്മൾ നന്ദി പറയുന്ന ഈ ആഘോഷങ്ങൾ എന്തുകൊണ്ടും അർത്ഥവത്തും അനുകരണീയവുമാണ് എന്നെനിക്ക് തോന്നുന്നു. പിന്നീടുള്ള ആഘോഷം മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, ഓർമ്മകൾ, ആചാരങ്ങള്, ആഘോഷങ്ങൾ എല്ലാം മാതൃകാപരമാണ്. ലോക അധ്യാപക ദിനമുണ്ട്, അതായത് ലോക ഗുരുദിനം, എല്ലാം വളരെയധികം ആശയ സമ്പുഷ്ടങ്ങളാണ്. മലയാളികളെ ഇവിടെ എത്തിച്ചതിൽ ഏറ്റവും പ്രമുഖമായ സ്ഥാനം വഹിച്ചത് നഴ്സിംഗ് പ്രൊഫഷനും നഴ്സസുമാണ്. നഴ്സസ് ഡേ ആചരണങ്ങളും ആഘോഷങ്ങളും നമുക്ക് അതുകൊണ്ട് ഏറ്റവും പ്രിയങ്കരങ്ങളാണ്. അന്ന് വളരെ ആഘോഷമാണ്, അത് നമ്മൾ ആഘോഷിക്കണം. ഏത് ഉത്സവവും ആഘോഷവും ആചരണവും ആണെങ്കിലും അതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ അറിഞ്ഞിരിക്കണം. ആഘോഷങ്ങളിലെ തത്വങ്ങളും നീതിയും ചൈതന്യവും കൈവെടിയരുത്. ആഘോഷങ്ങൾ വെറും ശുഷ്കങ്ങളാകരുത്. കാലോചിതമായ പോസിറ്റീവ് മാറ്റങ്ങൾ ആഘോഷങ്ങൾക്കുമാകാം. അതിലെയും കൊള്ളേണ്ടതിനെ കൊള്ളുക, എല്ലാവരും ഉൾക്കൊള്ളുക, അതിനെ തള്ളേണ്ടതിനെ തള്ളുക. ആഘോഷങ്ങൾ ജീവിതഗന്ധികളായിരിക്കണം. ആഘോഷങ്ങൾ ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിന്റെ വിരസത മാറ്റുന്നു. ജീവിതം തന്നെ ഒരു നല്ല ആഘോഷമാക്കാം. അതെല്ലാം വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഞാൻ എൻ്റെ സമയം എനിക്ക് ഏതാണ്ട് 1 മണിക്കൂറാണ്, പക്ഷെ ഞാൻ 1 മണിക്കൂർ പോലും എടുത്തിട്ടില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾ കേൾക്കുവാനും കൂടുതലായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുവാനും ഒക്കെ ഞാൻ സമയം തരുന്നു. ഒരിക്കൽ കൂടി നന്ദി. എനിക്ക് വീണ്ടും മറുപടി പറയാനുള്ള അവസരമുണ്ട്, കൂടുതൽ സംസാരിക്കാനുള്ള അവസരമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ കേട്ട ശേഷം ഞാൻ വീണ്ടും സംസാരിക്കുന്നതായിരിക്കും. ഞാനിപ്പോ 1/2 മണിക്കൂറാണ് സംസാരിച്ചത്. താങ്ക് യു. ഞാൻ ചോദിക്കട്ടെ? ഇല്ല പിന്നെ ഒരു മിനിറ്റ്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഓരോ മിനിറ്റ് സംസാരിക്കാൻ അവസരം തരും. അതിനുശേഷം വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. കാരണം എല്ലാവരും ഈ ലൈനിൽ കാത്തിരിക്കുകയാണല്ലോ. ഓരോ മിനിറ്റ് എല്ലാവർക്കും അവസരം കിട്ടും. ആദ്യമായി പി വി ചെറിയാൻ ചോദിച്ചോളൂ. ചോദ്യം ദയവായി ചോദിക്കുക. ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇതാണ്, കേട്ടന്റെ വെളിച്ചത്തില് ഈ ആഘോഷങ്ങളിൽ നല്ല ആഘോഷമുണ്ട്, നല്ലതല്ലാത്തതുമുണ്ട്. ഈ നല്ലതല്ലാത്തതിനെ നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല.
ശുദ്ധവായുവെ ഞാൻ ശ്വസിക്കുമെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇതിന് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അവർക്കും ആഗ്രഹം ഉണ്ടാകട്ടെ. ഓക്കെ, നന്ദി മിസ്റ്റർ പി വി ചരൺ. അടുത്തായി ശ്രീ രാജു തോമസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മ്യൂട്ട് അൺമ്യൂട്ട് മെസ്സപ്പായിരുന്നു. ഓക്കെ. അദ്ദേഹത്തിൻ്റെത് ശ്രീ ജോർജിൻ്റെത് വളരെ സമഗ്രമായിട്ടുള്ള ഒരു അവതരണമായിരുന്നു. ഒത്തിരി ആഘോഷങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ഓണത്തെപ്പറ്റി നമ്മൾ ഈ തമാശയായിട്ടൊക്കെ ഇങ്ങനെ പൊതുവെ പറയാറുണ്ട്, ഒക്ടോബർ അവസാനം വരെ എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് പൊതുവായിട്ടുള്ള ഒരു എന്തോന്നാ എക്യൂമെനിക്കൽ മറ്റേ പേരെന്തുവാ മതേതരം എന്താ പേരാ സെക്യുലർ ആയിട്ടുള്ള ഒരു ആഘോഷമേ ഉള്ളൂ. അത് ഇന്ന് ഞാൻ നല്ലൊരു ആഘോഷത്തിന് പോയിട്ട് വന്നേ ഉള്ളൂ. പോയിട്ട് 1 മണിക്കൂർ ആയാലും വന്നിട്ട് അത് നടക്കട്ടെ. പള്ളിയുടെ കെയറോഫിലായാലും സംഘടനയുടെ കെയറോഫിലായാലും ഓർമ്മയുടെ കെയറോഫിലായാലും അത് നടക്കട്ടെ എന്ന് ആണ് എന്റെ അഭിപ്രായവും ആഗ്രഹവും. താങ്ക് യു. ഓക്കെ, നന്ദി ശ്രീ രാജു. അടുത്തതായി ഡോക്ടർ മാത്യു വൈരമൺ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. മിസ്റ്റർ എ.സി. ജോർജ് വളരെ വിശദമായിട്ട് ആഘോഷത്തെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ആഘോഷം തെറ്റാണെന്ന് ഉള്ള ഒരു ധ്വനി എനിക്കുണ്ടായി. അത് ശരിയാണോന്ന് എനിക്ക് തോന്നുന്നില്ല. ചില അതുപോലെ തന്നെ ആഘോഷങ്ങളിൽ പെടാത്ത ചില കാര്യങ്ങളുടെ ആഘോഷത്തിന്റെ പട്ടികയിൽ പെടുത്തിയായിട്ട് ഞാൻ മനസ്സിലാക്കി. അതിന് എല്ലാം ആഘോഷങ്ങളിൽ പെടുന്നതാണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. നല്ല ആഘോഷങ്ങളുണ്ട്, അത് തുടരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആളുകൾക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. മോശപ്പെട്ട ആഘോഷങ്ങളും കാണാം, എന്നാൽ നല്ല ആഘോഷങ്ങൾ തുടരുന്നത് നല്ലത് തന്നെയാണ്. നന്ദി ഡോക്ടർ മാത്യു വൈരമൺ. അടുത്തതായി വർഗീസ് അബ്രഹാം ഡെൻവർ. കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ യുവർ സാറ് പറഞ്ഞത് വളരെ സമഗ്രമാണ്. വളരെ വളരെ അതുക്കുള്ളിൽ ഞാൻ എന്താ പറയാനേ, പുള്ളിക്കാരനത് പറയുന്നത് നല്ല എല്ലാം കവർ ചെയ്തു. പുള്ളിക്കാരൻ പറഞ്ഞത് എല്ലാം നമുക്ക് ആഘോഷമാക്കാമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു. വളരെ വളരെ വിശാലമായിട്ട് പുള്ളി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. എന്തോ പറയാൻ എനിക്കറിയാൻ വയ്യ. ഇപ്പം ഈ അടിപൊളി എന്നുള്ള വേർഡോട് ഉപയോഗിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പം ആഘോഷം വരെ അടിപൊളിയാണ്. ഞാനിവിടെ പോകുന്ന പിന്നെ കിട്ടുകയായിട്ടുള്ള വേർഡാണ് അടിപൊളി. എവൻ പുലിയാണ്, കത്തിയാണ്, ഇങ്ങനെ കുറേ വേർഡുകളുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള വേർഡുകളാണ്. അപ്പം ഈ അടിപൊളിയോട് ആക്കുക എന്നുള്ളതാണ്. നാട്ടിലിപ്പോൾ എല്ലാം അടിപൊളിയാണ്. നമുക്ക് ഇവിടെ ജോർജ് സാർ പറഞ്ഞ പോലെ പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ 3 മാസമാണ്. അത് കഴിയുമ്പോൾ ക്രിസ്മസ് 3 മാസം. പത്രങ്ങളെടുത്ത് നോക്കിയാൽ മഹാബലി എത്ര പേരാണ് മഹാബലിയായിട്ട് വരുന്നത്, എത്ര പേരാണ് സാന്റാക്ലോസ് ആയിട്ട് വരുന്നത്. നമുക്ക് ആഘോഷമാണ് ഈ വർഷം. എങ്ങനെങ്കിലും എല്ലാ ശനിയാഴ്ചയും ഒരു ആഘോഷം വേണം. അതിനുവേണ്ടിയുള്ള പേരും. ഇനിയിപ്പം പാര എന്നുള്ളൊരു ഇത് വരായിരുന്നു. അത് ആക്രമണമേൽ പാര എന്നാരും കണ്ടുപിടിക്കാൻ. നാട്ടിൽ മ്യൂസിക് സിനിമയ്ക്കും മറ്റുമൊക്കെ മ്യൂസിക് ആദ്യം ഉണ്ടാക്കി അതിനകത്ത് ലിറിക്സ് കുത്തി നിറയ്ക്കാന്ന് കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ലിറിക്സ് എഴുതി നല്ല കവിത പോലുള്ള പാട്ടുകൾ എഴുതിയിട്ട് പിന്നെ അതിന് മ്യൂസിക് കൊടുക്കുമായിരുന്നു. എന്ന് പറഞ്ഞോളം നമ്മളിപ്പം പേരുണ്ടാക്കിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തോ പറഞ്ഞോണൊക്കെ ഓമനയോ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ പേര് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും ഒരു പരിപാടി വേണം. അതിനുവേണ്ടി എല്ലാ വീക്കെൻഡിലും ആഘോഷിക്കുക. അതിനുവേണ്ടി ഓരോ പ്രോഗ്രാം പേര് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് ആഘോഷമാണ്. അമേരിക്കക്കാരൻ മലയാളിക്ക് ആഘോഷമില്ലെങ്കിൽ എന്ത്? പിന്നെ ജോർജ് സാറിന്റെ ഒരു കാര്യം പറഞ്ഞ 68 വയസ്സുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ സീക്രട്ട് എന്നാന്ന് പുള്ളി എന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ ഇപ്പം നിർത്തുക, അതിന്റെ കൂടെ ഞാൻ പോവുകയാണ്. ഓക്കെ, നന്ദി ശ്രീ വർഗീസ് അബ്രഹാം. അടുത്തായി ശ്രീ ഷീല ചെറു. എല്ലാവർക്കും നമസ്കാരം. എ.സി. ചേട്ടന്റെ പ്രത്യേക നന്ദി. എല്ലാ വിഷയവും കവർ ചെയ്ത് അതിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ പോരായ്മകളും മുഴുവനായി ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രത്യേക ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. എല്ലാം അത് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞു എന്നർത്ഥത്തിൽ അതെടുക്കാൻ പറ്റി. അപ്പൊ അതെല്ലാം കേട്ടപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വില്യം ഷേക്സ്പിയറിന്റെ സ്മോൾ ചിയർ
and great welcome makes a merry feast. ആഘോഷങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത് അതിൻ്റെ ചെറുപ്പകാലത്തെ നമുക്കുണ്ടായിരുന്ന പോരായ്മകളും അതിനെ നന്നാക്കാൻ വേണ്ടി നമ്മുടെ നാടും കുടുംബവും ഇവിടെയാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട ആ ഹാർഡ് വർക്കിന്റെ ഇഫക്റ്റും അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഉണ്ടായതിന്റെ ഗുണങ്ങളും ആണ് നമ്മൾ ഇപ്പോഴും മധുരമായി ഓർമ്മിക്കുന്ന ആഘോഷങ്ങൾ. അത് മോശമായി പോകുന്നതും നമ്മൾ തന്നെ, പണത്തിന്റെയും ആറ്റിറ്റ്യൂഡ്സിന്റെ ഡിഫറൻസ്. അതുകൊണ്ട് ആഘോഷങ്ങൾ എപ്പോഴും നല്ലതാണ്. അത് അമിതമായാൽ എന്തും വിഷമവുമാണ്. താങ്ക് യു എല്ലാവർക്കും. നന്ദി ശ്രീമതി ഷീല ചെറു. അടുത്തായി മിസ്റ്റർ അബ്ദുൾ പുന്നൂർക്കുളം, ഡിട്രോയിറ്റ്. എല്ലാവരും പറയുന്ന പോലെ എ സി ജോർജ് വളരെ നന്നായിട്ട് റിസർച്ച് നടത്തി സമഗ്രമായിട്ട് വിശദമായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചു. താങ്ക് യു. ആഘോഷം എപ്പോഴും നല്ലത് തന്നെയെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് എത്ര കണ്ട് മനുഷ്യഗന്ധിയായിരിക്കണം, എത്ര കണ്ട് നല്ലതായിരിക്കണം, എത്ര കണ്ട് നല്ലതായിട്ടുള്ള മനുഷ്യന് നന്മക്ക് വേണ്ടി പ്രോത്സാഹനജനമാക്കുന്നത് അത്ര നല്ലതാണ്. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. നന്ദി ശ്രീ അബ്ദുൾ പുന്നൂർക്കുളം. അടുത്തായി എബ്രഹാം തെക്കേമുറി, ഡാളസ്. എല്ലാവർക്കും നമസ്കാരം. പ്രാദേശികമായ ആഘോഷങ്ങളാണോ, അമേരിക്കയിലെ മലയാളിയുടെ ആഘോഷമാണോ, അതോ കേരളത്തിൻ്റെ ആഘോഷമാണോ, അമേരിക്കൻ ജനതയുടെ ആഘോഷമാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാതെ വണ്ണം കുറേയേറെ ആഘോഷങ്ങളും കുറേയേറെ സംഘടനകളും ഒക്കെയായി എ സി ജോർജ് വിഷയം അവതരിപ്പിച്ചു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അഭിപ്രായം കൊണ്ട്. എന്നാൽ ആഘോഷങ്ങൾ മനുഷ്യ സമൂഹത്തെ നന്നാക്കുന്നതായ ആഘോഷങ്ങളാണോ, ഈ ആഘോഷങ്ങളുടെ ഉൽപ്പത്തി എവിടെ, അതിൻ്റെ അന്തസത്ത എവിടെ, അതിൻ്റെ ആദർശം എന്താണ്? ഒരു പ്രാചീന യുഗത്തിൽ നിന്ന് പ്രാചീനമായ കെട്ടുകഥകളുടെ പുറകെ തൂങ്ങി അതിൻ്റെ അർത്ഥം എന്തെന്നറിയാതെ ആടിപ്പാടി നടക്കുന്നൊരു ബാല്യകാലത്തിൽ നിന്നും വിമോചനം നേടിക്കൊണ്ട് 21ാം നൂറ്റാണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പല ആചാരങ്ങളെയും മതാചാരങ്ങളെയും തള്ളിക്കളയുന്ന ഒരു യുവസമൂഹം വളർന്നു വരുന്നുണ്ട്. എന്നാൽ 20ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ നിന്നും പിഴുതെറിയപ്പെട്ട മലയാളി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചെന്ന് പേരുറച്ചിട്ട് ഇന്നും പഴയ ഒരു കേരളം മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഒരു വിധത്തിലുള്ളൊരു വ്യാഖ്യാനമാണ് ഈ ആഘോഷങ്ങളെ പറ്റി എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഓണം കാണം വിറ്റ് ഓണം ഉണ്ടെന്ന് പഠിപ്പിച്ച് ലോണെടുത്ത് ഓണം കൊണ്ട് മുടിഞ്ഞു പോയ കുടുംബങ്ങൾ ധാരാളം ഇന്ന് കേരളത്തിലുണ്ട്. അമേരിക്കയിൽ ഓണം വിളമ്പി മാവേലി വേഷം കെട്ടുന്നു. മാവേലി ഇറങ്ങുമ്പോൾ മാവേലിയെ കണ്ട ഭദ്രകാളിയെ പോലെ വേഷം കെട്ടുന്നുണ്ട്. ഇതൊക്കെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ അവഹേളിക്കപ്പെടുന്നതും യാതൊരു യാഥാർത്ഥ്യമില്ലാത്തതും ആരുമില്ലാത്തടത്ത് ഞാൻ മിടുക്കനാകാമെന്നൊരു ധാരണ കൊടുത്തുകൊണ്ടാണ് ഈ എണ്ണമില്ലാത്തതും സംഖ്യയില്ലാത്തതുമാണ് ഈ സംഘടനകൾ ഉണ്ടാകുന്നത്. ഇതൊന്നും ഒരു ആഘോഷത്തിന്റെ പട്ടികയിലോ അല്ലെങ്കിൽ ആ ഒരു വിധത്തിലോ നമുക്ക് കണക്കാക്കാവുന്നതല്ല. അമേരിക്കയിൽ വന്ന സാഹിബിന്റെ മുന്നിൽ പ്രാചീന വേഷം കെട്ടിയാടുന്നത് അവരുടെ മുൻപാകെ നോക്കുമ്പോൾ നമ്മൾ അട്ടപ്പാടിയിലെ ആദിവാസിയെ കാണുന്ന പോലെയാണ്. അമേരിക്കയിൽ പതിറ്റാണ്ടുകളായി വസിക്കുന്ന മലയാളി അമേരിക്കയിൽ എത്ര ആഘോഷങ്ങളിൽ സംബന്ധിച്ചിട്ടുണ്ട്. ഇവിടെ താങ്ക്സ് ഗിവിങ് പോലീസ് ഷർട്ട് കെട്ടിയാൽ റിവൺ കെട്ടിയാൽ അതിനെ മറികടക്കാതെ പോയി അനുസരണയോടുകൂടി വെടിക്കെട്ടും കണ്ട് എല്ലാവരും വീട്ടിൽ പോകും. ക്രിസ്മസ് ആഘോഷിക്കുന്നതും അതുപോലെ. കേരളത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലോ മറ്റുള്ള സമൂഹങ്ങളിലോ ഒക്കെ കാണിക്കുന്ന വൃത്തികേടുകൾ അമേരിക്കയിൽ നമ്മൾ ദർശിക്കാറില്ല. ഇവിടെ വന്നിട്ട് ഞാൻ ഈ പൊതു നിരത്തുകളിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ മലയാളികളും അല്ലെന്നവരിൽ ഇന്ത്യൻസ് കുറച്ച് ചൈനീസ് പ്രോഗ്രാം അല്ലാതെ മറ്റ് വർഗീയമായ വേഷവിധാനങ്ങളോടുകൂടി പൊതുനിരത്തിലെങ്ങും ആരും നടുങ്ങി നടക്കുന്നത് ഞാൻ കാണുന്നില്ല. മറ്റൊന്ന്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവരുടെ ഇപ്പോഴത്തെ ഏജിലുള്ള അവരോട് ചോദിക്കുക, കുഞ്ഞ് ഒരു വർഷത്തെ നിങ്ങളുടെ ആഘോഷം ഏതാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്താണ്, ഏത് ആഘോഷമാണ് നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇന്നതെന്നൊരു പേരെടുത്ത് പറയുന്ന ഒരു സമൂഹം ഒരു കുട്ടികളുടെ സമൂഹം നമുക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഐ ഡോണ്ട് കെയർ. ആ ഒരു വിധത്തിലേക്ക്. പക്ഷേ അമേരിക്ക വന്ന മലയാളി മതപരമായും രാഷ്ട്രീയമായും എല്ലാം പത്രവാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് എല്ലാം ആഘോഷമായി അങ്ങെടുത്ത് എല്ലാവരും അങ്ങ് നേതാക്കന്മാരാകുകയാണ്.
അതായത് ഒരു പ്രാചീന യുഗത്തിന്റെ അവശിഷ്ടങ്ങളും പേറി വസിക്കുന്നത് എവിടെയെന്നറിയാതെ, നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതെ, നമ്മുടെ പിൻതലമുറ എതിലെ പോകുന്നുവെന്ന് ചിന്തിക്കാതെ പോകുന്ന ഒരു സമൂഹത്തിന് ഈ ആഘോഷം എന്ന് പറയാം. അല്ലാതെ നമുക്ക് എന്തും അങ്ങ് ആഘോഷിച്ചു കളയാം, അടിച്ചു പൊളിച്ചു കളയാം. എന്തോ അടിച്ചു പൊളിക്കാൻ ആരാണ് കൂടെ ഉള്ളത്? കേരളത്തിൽ പോലും ഇല്ലാത്ത ആഘോഷങ്ങൾ മറ്റൊരു വിധത്തിൽ അമേരിക്കയിൽ നിന്ന് അടിച്ചു പൊളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഈ അടിച്ചു പൊളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റെങ്കും പോകാൻ ഇടവില്ലാത്തത് കൊണ്ട് കലയെ ദുർവ്യാഖ്യാനിച്ചും വിവേക ഇല്ലാതെ വണ്ണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരാണ്ടൊക്കെ നേതാക്കന്മാരാകുന്നൊരവസ്ഥയുണ്ട്. ഇതിനിടയിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ആഘോഷങ്ങളില്ലാത്ത സമൂഹമുണ്ട്. ശരിയാണ്, ആഘോഷമില്ലാത്ത സമൂഹങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒരാഘോഷവുമില്ലാത്ത ഒരു സമൂഹം മലയാള സമൂഹത്തിലും അമേരിക്കയിലും എല്ലായിടത്തും ഉണ്ട്. അവരൊന്നിനെയും ആഘോഷിക്കുന്നില്ല. ക്രിസ്ത്യാനിയാണെങ്കിലും ക്രിസ്തു ഒരിക്കലേ ജനിച്ചുള്ളൂ, ക്രിസ്തു ഒരിക്കലേ മരിച്ചുള്ളൂ. അതുകൊണ്ട് അതിന് ആഘോഷം വേണ്ട എന്ന് പറഞ്ഞ് ക്രൈസ്തവപരമായ ഒരാഘോഷവും ഇല്ലാതെ ബ്രദറൻ സഭയും പെന്തിക്കോസ് സഭയും എല്ലാം ലോകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആഘോഷമൊന്നും വിളിക്കുന്നത് എന്തിനെയാണ്? ഒരു സംഘടന കൂടി വെച്ച് എന്തെങ്കിലും ഒന്ന് ഓണാഘോഷമായിരുന്നു എന്ന് പറഞ്ഞ് അതാണോ? അതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ ഒന്ന് കാലമായി ചിന്തിച്ചേച്ച് ആഘോഷം മനുഷ്യ സമൂഹത്തിന് പ്രയോജനപ്പെടുന്നുവോ, അനന്തര തലമുറ അത് ഉൾക്കൊള്ളുന്നുവോ, അത് ഒരു ചരിത്രപരമായ അവഗാഹത്തോടു കൂടി നിലനിൽക്കുമോ? ഈ 3 കാര്യങ്ങൾ ചിന്തിച്ചേച്ച് വേണം ഇനിയുള്ള കാലം നമ്മൾ ആഘോഷിക്കാൻ. അല്ല എന്ന് വരിയിൽ അട്ടപ്പാടിയിലെ ആദിവാസിയുടെ വിവരമില്ലായ്മയെന്ന് മാത്രമേ ഞാൻ വിലയിരുത്തുന്നുള്ളൂ. മലയാളി അമേരിക്കയിൽ കാട്ടിക്കൂട്ടുന്ന ഏതൊരാഘോഷത്തെയും. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അതുകൊണ്ട് ഇനി പിന്നീട് പറയാം. നന്ദി ശ്രീ എബ്രഹാം തെക്കേമുറി. അടുത്തതായി ന്യൂജേഴ്സിയിൽ നിന്ന് ബാല ആൻഡ്രപ്പള്ളി. ഹലോ, ഞാൻ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ജോർജ് സാറിന്റെ പ്രസംഗം ഏതാണ്ട് പകുതിയായപ്പോഴാണ് ജോയിൻ ചെയ്തത്. വളരെ ഉപകാരപ്രദമായുള്ള ഇൻഫർമേഷനാണ് അതിൽ നിന്ന് കിട്ടിയത്. തൊട്ടു മുമ്പിൽ പറഞ്ഞ സ്പീക്കർ പറയുന്നതോടെ എനിക്ക് മുഴുവൻ യോജിപ്പിലുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു പ്രാദേശികമായിട്ട് ചില ആഘോഷങ്ങൾ ഞാൻ പലപ്പോഴും പങ്കെടുക്കാറും ഓർഗനൈസ് ചെയ്യാറും ഒക്കെ ഉണ്ട്. അത് ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു മിക്കവാറും വ്യക്തികളെ ഒന്നിച്ചു കൊണ്ടുവരികയും അവർക്കൊരു മെന്റലായിട്ട്, ഒരു മാനസികമായിട്ട് ഒരു ലിഫ്റ്റ് കൊടുക്കുന്ന വിധത്തിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് ആഘോഷങ്ങൾ നടത്തുന്ന സംഘടനകൾക്ക് പല വ്യക്തിപരമായിട്ട് പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ അതിന്റെ ചരിത്രം നമുക്കുണ്ട്. പക്ഷെ എന്നാലും അതിന്റെ എല്ലാം നെഗറ്റീവ് എനർജി കളഞ്ഞിട്ട് ഒരു പോസിറ്റീവ് എനർജിയിൽ നോക്കുകയാണെങ്കിൽ അതിന് ഉപയോഗങ്ങളുണ്ട്. അതിന് ഒരു സമുദായത്തെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. താങ്ക് യു. നന്ദി ശ്രീ ബാലാൻഡ്രപ്പിള്ളി. അടുത്തായി ഡോക്ടർ ജോസഫ് ഇ തോമസ്. താങ്ക് യു. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് ഒരുമിച്ച് കൂടുക എന്നത് ഒരു നല്ല കാര്യമായി ഞാൻ കാണുന്നു. നല്ല ഉദ്ദേശത്തോടെ ഭംഗിയായി നടത്തുന്ന ആഘോഷങ്ങൾ വ്യക്തിക്കും സമൂഹത്തിനും നല്ലതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി ഡോക്ടർ ജോസഫ് ഇ തോമസ്. അടുത്ത ആഴ്ചയിലെ വിഷയം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ജോസഫ് ഇ തോമസ് ആയിരിക്കും. അത് പിന്നീട് പറയാം. അടുത്തതായി ഡോക്ടർ രാജൻ മാർക്കോസ്. നമസ്കാരം എല്ലാവർക്കും. ഇതുവരെ പറഞ്ഞ അല്പം ഞാൻ കേട്ടെ, ഇപ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ വേറൊരു ആസ്പെക്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ആഘോഷങ്ങള് മനുഷ്യത്തിന്റെ ഉൽപ്പത്തി മുതൽ ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആഘോഷം, പിന്നെ പെരുന്നാളാണേലും പണ്ടത്തെ കാലത്ത് പെരുന്നാളുകളും ഉത്സവങ്ങളും ഒക്കെ, ഇതിനെല്ലാം പ്രധാന മൂല കാരണം മനുഷ്യൻ സന്തോഷിക്കാനാണ്. ഇറ്റ്സ് ഫോർ ജോയ്, സെലിബ്രേഷൻ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ 70-ാമത്തെ വയസ്സിൽ ശലോമോൻ എഴുതപ്പെട്ടു എന്ന് പറയുന്ന സഭാപ്രസംഗയുടെ ക്വിന്റസെൻസ് തിന്നു കുടിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല എന്നുള്ളത്. പക്ഷെ ഈ സന്തോഷമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു എല്ലാം ഔട്ട്സൈഡ് ചെയ്യുന്ന നമുക്ക് സന്തോഷം കിട്ടുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ മുഴുവൻ ഈ കിടന്നോട്ട് കാട്ടിക്കൂട്ടുന്ന ഈ ആഘോഷങ്ങളെന്ന് പറയുന്ന ഈ ധൂർത്തും മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്ത് കാണുമായിരിക്കും. പക്ഷേ യഥാർത്ഥമായ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട അവബോധമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും ആഘോഷമാണ്, ഓരോ നിമിഷവും സെലിബ്രേഷനാണ്. കാരണം നമ്മുടെ ഈ എക്സിസ്റ്റൻസ് തന്നെ, ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ നിലനിൽപ്പ് തന്നെ
ഫോർ എക്സാമ്പിൾ എല്ലാവരും ചോദിക്കും, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്? എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ പർപ്പസ്. ഓൺലി പർപ്പസ് ഈസ് ദാറ്റ് യു ആർ ദ പാർട്ട് ഓഫ് ദ ക്രിയേഷൻ, ദ ക്രിയേറ്റിവിറ്റി. സൃഷ്ടിയുടെ ഈ നക്ഷത്രങ്ങൾക്കോ ഈ സൂര്യചന്ദ്രാദികൾക്കോ പ്രക്ഷിജരാദികൾക്കോ എല്ലാം ഉള്ളവർ തന്നെ പ്രപഞ്ചത്തിലെ കോസ്മിക് ഡ്രാമയുടെ മനുഷ്യന്റെ നിലനിൽപ്പ് മാത്രമാണ് ഈ മനുഷ്യന്റെ ഈ പർപ്പസ് എന്ന് പറയുന്നത്. വേറെ ഒന്നും ബിക്കമിങ് അല്ല, പ്രത്യേക ബീയിങ്നെസ് ആണ്. എങ്ങനെയാണ് ഈ ബീയിങ്നെസ് ഉണ്ടാകുന്നത്? എല്ലാ മതങ്ങളുടെയും സാരാംശം 3 ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്പർ 1, എവറിഥിങ് ഈസ് ഇൻ ദീസ് യൂണിവേഴ്സ് ആൻഡ് ഗാലക്സീസ് ഡിവൈൻ. ഈ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടികളും ദിവ്യമാണ്. നമ്പർ 2, യു ആർ ഓൾറെഡി എ സൺ ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ഗാഡ്. നമ്മൾ ഓൾറെഡി ദൈവപുത്രന്മാരും ദൈവപുത്രികളുമാണ്. 3, the kingdom of heaven is right now here in the whole galaxy and the creation. ദൈവരാജ്യം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതാണ്. 4, എനിക്ക് ചേർക്കാനുള്ളത് ഇഗ്നറൻസ് ഈസ് അജ്ഞതയാണ്, അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ പാവം. ഈ അവബോധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ ഒരു വലിയ മഹാ അത്ഭുതമാണ്. ഈ നമ്മുടെ ഓരോ നിമിഷവും ഈ പ്രകൃതിയുമായിട്ടും ഏത് സോഴ്സ് അതിന് എന്തെങ്കിലും വിളിച്ചോട്ടെ, പിന്നെ ഗോഡ് എന്നോ അത് ക്രൈസ്റ്റ് എന്നോ അള്ളാഹെന്നോ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെ എനർജി എന്നോ സൂപ്പർ കോൺഷ്യസ് എന്നോ കോസ്മിക് കോൺഷ്യസ് എന്നോ ക്രൈസ്റ്റ് കോൺഷ്യസ് എന്നോ എന്തെങ്കിലും ആയിക്കോട്ടെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജോയ് അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്രഷനായ സെലിബ്രേഷൻ ഷുഡ് കം ഫ്രം വിത്തിൻ. നമ്മുടെ ഉള്ളിൽ നിന്ന് ബഹിർസ്ഫുരിക്കുന്ന ഒരു ബീയിങ്നെസ് ആണ്, നോട്ട് ബിക്കമിങ്നെസ് or conquering something or achieving something, but it should come within ourselves. ആ ഒരു അവബോധം വരുമ്പോൾ ഈ ബാഹ്യമായ കാട്ടിക്കൂടലുകളിൽ നിന്നൊന്നും സന്തോഷം ലഭിക്കില്ല എന്നും പ്രത്യുത അത് ഉള്ളിൽ നിന്നും ഉത്ഭവിക്കേണ്ട ഒരു ബീയിങ്നെസ് ആണെന്നും ഒരു നോയിങ്നെസ് ആണെന്നുള്ള അവബോധം മനുഷ്യരിൽ ഉണ്ടായാൽ ഒരുപക്ഷെ ഈ കാട്ടിക്കൂടുന്ന ഈ സെലിബ്രേഷൻ എന്ന് പറയുന്ന ധൂർത്തും മറ്റെന്തെല്ലാം കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ കടക്കുന്നില്ല. സോ ദ quintessence is the celebrations should come within when we are aware that you are part of the divine, and so we should celebrate every moment person to person according to their level of consciousness. Thank you so much. നന്ദി ഡോക്ടർ റായ് മാർക്കോസ്. അടുത്തതായി കൊച്ചേച്ചി തൃശ്ശമ നടാവള്ളിൽ. ഞാൻ എല്ലാരും പറഞ്ഞത് കേട്ടില്ല കേട്ടോ, എന്നാലും ആഘോഷങ്ങളെ കുറിച്ച് എനിക്കും ഈ പറഞ്ഞതുപോലെ കുറെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ആഘോഷങ്ങൾ നല്ലതാണ്, മനുഷ്യന് ജോയ് ഈ സന്തോഷത്തിന് വേണ്ടി. ഇപ്പം ജോസഫ് പി തോമസ് പറഞ്ഞ അതേ ആശയങ്ങളോട് യോജിക്കാനാണ് എനിക്കിഷ്ടം. ഒരുപാട് ആഘോഷങ്ങൾ കാട്ടിക്കൂട്ടി ഈ പള്ളി പെരുന്നാളുകളൊക്കെ കണ്ടിട്ടില്ലേ, എന്തെല്ലാം കാട്ടിക്കൂട്ടിയാണ് പള്ളി പെരുന്നാളുകൾ നടത്തുന്നത്. മനുഷ്യർക്ക് കൊടുക്കേണ്ട പണം കൊടുക്കാതെ പള്ളി പെരുന്നാളുകൾക്ക് വേണ്ടി 30 ലക്ഷം 40 ലക്ഷം രൂപയൊക്കെ നടത്തി. അതെല്ലാം ജോയിക്ക് വേണ്ടിയാണ്. പക്ഷെ അതിൽ നിന്ന് എന്ത് മനുഷ്യന് ജോയി കിട്ടുന്നുണ്ട്, സന്തോഷം കിട്ടുന്നുണ്ട്. നമ്മളീ പറഞ്ഞതുപോലെ നമ്മുടെ ജന്മം കൊണ്ട് തന്നെ നമ്മൾ സന്തോഷിക്കുക. നമുക്ക് കൈ തന്നതിലും കാല് തന്നതിലും കണ്ണ് തന്നതിലും ഒക്കെ സന്തോഷിക്കുക. അപ്പം ഓരോ നിമിഷവും നമ്മൾ മനസ്സിൽ നിന്ന് സന്തോഷിക്കേണ്ട ആളുകള് സെലിബ്രേഷൻ നടത്തി സന്തോഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. അതുപോലെ ഈ ഓണാഘോഷങ്ങളൊക്കെ നടത്തുന്ന ഉടനെ ഈ മാവേലിയൊക്കെ ഈ അമേരിക്കയുടെ റോഡിലൂടെ നടക്കുന്നതും ഒക്കെ അതിൻ്റെ കാരണം ഈ വേഷമൊക്കെ കെട്ടി നടക്കുന്നതന്നെ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. അത് നമ്മുടെ മാത്രമായ ആഘോഷങ്ങൾ നമ്മുടെ മാത്രമായ അന്തരീക്ഷത്തിൽ വെച്ചൊക്കെ നടത്തി ആഘോഷിക്കേണ്ടതാണ്. അങ്ങനെ സന്തോഷിക്കുന്നവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ സന്തോഷിച്ചോട്ടെ. പക്ഷെ ഈ ആഘോഷങ്ങളെക്കാൾ എല്ലാം വേണ്ടത് ഓരോ മനുഷ്യനും നമ്മുടെ ജന്മത്തില് നമ്മുടെ ഓരോ നിമിഷത്തില് സന്തോഷിച്ച് ഈശ്വരനിൽ ആനന്ദിച്ച് അങ്ങനെയുള്ളവർക്ക് എപ്പോഴും സന്തോഷമാണ്. ഒരു നിമിഷം പോലും അവര് സന്തോഷമില്ലാതെ ജീവിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സന്തോഷം ഉള്ളിൽ നിന്നുണ്ടാകണം. അങ്ങനെ ആഘോഷങ്ങളെക്കാൾ ഉപരി, ആഘോഷങ്ങൾ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ആഘോഷങ്ങൾ എല്ലാവരും കൂടെ കൂടുന്നതും അതിൽ നിന്ന് സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ആർട്ട്, കല, വേദികള് അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഈ ആഘോഷങ്ങളെക്കാൾ ഉപരി മനുഷ്യൻ നമുക്ക് തന്ന ഈ പ്രകൃതിയെ സ്നേഹിച്ച് അതിൽ നിന്നുണ്ടാകുന്ന സന്തോഷം അനുഭവിച്ച് അങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കും ഉള്ളത്. നന്ദി. നന്ദി കൊച്ചേച്ചി. അടുത്തതായി സി ആൻഡ്രൂസ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ സാധാരണ പറയുന്നത്
ലൈൻ അൺമ്യൂട്ട് ചെയ്തില്ലായിരുന്നു. ഇപ്പൊ കേൾക്കാമല്ലോ? കേൾക്കാം പറഞ്ഞോളൂ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ സാധാരണ പറയുന്നത്, സാധാരണ നിങ്ങളുടെ എല്ലാം ചിന്താഗതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതുകൊണ്ട് ആണ് ഞാൻ സാധാരണ പറയാതെ ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് അങ്ങ് മാറുന്നത്. എങ്കിലും പറയാതിരിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ടങ്ങ് പറയാണ്. ഈ ആഘോഷങ്ങളെ, ആഹ്ലാദ പ്രകടനം അങ്ങനെയുള്ളതൊക്കെ ആന്തരിക വികാരത്തിന്റെ ബഹിസ്ഫുരണമാണ്. അതിന് ഉദാഹരണമാണ് സംഗീതം, നൃത്തം എന്നുള്ളത്. അത് മനുഷ്യനിൽ മാത്രമല്ല, എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും ഇങ്ങനെ മത്സ്യങ്ങളിൽ പോലും അതിന്റെ കുഞ്ഞുങ്ങളെ ഈ ഡാൻസിങ് രഥത്തില് മൂവ് ചെയ്യുന്നത് നമ്മൾ നാഷണൽ ജിയോഗ്രഫിയുടെ പല വീഡിയോയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ജീവജാലങ്ങളെ പ്രായം കൂടുന്തോറും അതിനെ അവഗണിച്ചു കാണാറുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എങ്കിലും എല്ലാ ജീവജാലങ്ങളുടെയും പ്രാഥമിക വികാരത്തിലെ ആഘോഷത്തിനും ആഹ്ലാദത്തിനും ഉള്ള ഒരു പ്രചോദനമുണ്ട്. ഈ ഉദാഹരണമാണ്, ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ അത് ഉണ്ടായി കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ തുള്ളിച്ചാടുന്ന കാണാം. അതിന്റെ ഒരു പരിഷ്കൃത രൂപമാണ് കുട്ടിക്കുരങ്ങിൽ നിന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ കുട്ടിക്കുരങ്ങിൽ നിന്ന് പരിണമിച്ച മനുഷ്യന്റെ ഉള്ളിലെ എപ്പോഴും ആഹ്ലാദത്തിനും ആഘോഷത്തിനുമുള്ള ആന്തരിക പ്രവണതയുണ്ട്. അതിനെ ഏത് സമൂഹവും അടിച്ചമർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിൽ മറ്റൊരു സ്ഥലത്ത് അത് പ്രത്യക്ഷപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തത്വചിന്തകരും മതഭ്രാന്തന്മാരും പലപ്പോഴും അതിനെ അടിച്ചമർത്തിയെങ്കിലും ആ പ്രാഥമിക വികാരം രാഷ്ട്രീയത്തിലൂടെയും മതചിന്തയിലൂടെയും മറ്റു സാമൂഹിക സംഘടനകളിലൂടെയും അത് വെളിയിൽ വന്നിട്ടുണ്ട്. അത് അങ്ങനെ അടിച്ചമർത്തപ്പെട്ട വികാരമായതുകൊണ്ട് ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം തന്നെ സാമൂഹികവും രാഷ്ട്രീയവും മതവും മറ്റു സാമൂഹിക സംഘടനകളും എല്ലാം മനുഷ്യന്റെ ഈ പ്രാഥമിക വികാരത്തെ വളരെയേറെ ചൂഷണം ചെയ്തു എന്നുള്ളതാണ്. കാരണം മറ്റൊന്ന്, ഈ സംസ്കാരത്തിൽ കാലക്രമേണ ഉണ്ടാകുന്ന പരിണാമം അനുസരിച്ച് ഈ ആഘോഷങ്ങൾക്ക് മറിച്ചുമൊക്കെ വന്നു എന്നുള്ളതാണ് എന്റെ ഇത്. എന്നാല് മുമ്പേ പറഞ്ഞ പോലെ ഈ മാവേലി എന്ന് പറഞ്ഞ ഒരു പ്രാകൃത രൂപം മണ്ണങ്ങാണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും കൾച്ചറൽ സെന്ററായ ന്യൂയോർക്കിന്റെ നടുവിൽ കൂടെ ഒരു വീർതവേഷം കെട്ടിയ ഒരു മനുഷ്യൻ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആക്ഷേപമല്ല എന്ന് എനിക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സാമൂഹ്യപരമായ ചൂഷണങ്ങളിലൂടെ നിലനിൽക്കുന്നതാണ് പ്രത്യേകിച്ച് മലയാളികളുടെ സമൂഹം, മത രാഷ്ട്രീയ സമൂഹങ്ങൾ. അത് ലോകത്തിലെല്ലായിടത്തും കാണാം. അതിന്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഇപ്പൊ മാവേലിയെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുയിസം അത് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അത് അവരെ മാത്രം പറയാമെന്ന് വിചാരിക്കും. അതിന്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. യേശുവും ജനിച്ച ദിവസവും ക്രിസ്മസുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് വളരെ പ്രാകൃതമായ ഒരു ആചാരമായിരുന്നു. അതിനെ ആദ്യത്തെ ഈ ക്രിസ്ത്യൻ ഫാദേഴ്സ് എന്ന് പറയുന്ന അവരാണ് അതിനെ വളച്ചൊടിച്ച് ക്രിസ്മസ് ആക്കി മാറ്റുന്നത്. അതുപോലെ അത് എല്ലായിടത്തുമുണ്ട്. അപ്പം സാധാരണ മനുഷ്യന്റെ വികാരം, വിശ്വാസം, വേദന, കുറ്റബോധം, ആനന്ദത്തിനുള്ള ആവേശം, ആഹ്ലാദത്തിന്റെ വികാരം എന്നിവയെ സാമൂഹിക സംഘടനകള് എന്നും ചൂഷണം ചെയ്യുന്നു. ഇവയിൽ നിന്ന് വിമുക്തി നേടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവയിൽ നിന്ന് വിമുക്തി നേടാതെ തന്നെ ആ ഘട്ടത്തിൽ ജീവിക്കുന്നവരെ അവയിൽ നിന്ന് പലപ്പോഴും പരമാനന്ദം അനുഭവിക്കാറുണ്ട്. അതിൽ നിന്ന് വിമുക്തി നേടി വരും. ഇന്റേണൽ ബ്ലിസിൽ കൂടെ, രാജൻ സാർ പറഞ്ഞ പോലെ ഇന്റേണൽ ബ്ലിസിൽ കൂടെ ആഹ്ലാദം ആനന്ദിക്കാറുണ്ട്. പിന്നെ AC ജോർജ് സാറ് ഈ പലപ്പോഴും ഈ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാണ്, വ്യക്തിപരമായ ക്രിറ്റിസിസം ആണെന്ന് ചിന്തിക്കരുത്. ഈ ഇതുപോലെയുള്ള സാമൂഹിക സംഘടനകളുടെ എല്ലാം തലപ്പത്ത് നിന്ന് ഇതുപോലെയുള്ള പല ഓണാഘോഷങ്ങളും അതുപോലെയുള്ളതിന്റെ ഒക്കെ തലക്കലെ നിന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് പെട്ടെന്ന് ഒരു ക്രിറ്റിസിസം പോലെയുള്ള ഒരു ചിന്താഗതി വന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നന്ദി ശ്രീ ആൻഡ്രൂസ്. അടുത്തതായി ശ്രീ പി ചെറിയാൻ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇത് പി ചെറിയാൻ ഫ്രം ഡാളസ്. നമ്മുടെ ബഹുമാനപ്പെട്ട AC ജോർജ് സാർ അവതരിപ്പിച്ച ഒരു നല്ലൊരു സാഹിത്യ ലാഭത്തിലെ ഈ പ്രബന്ധം എല്ലാ വശങ്ങളും ടച്ച് ചെയ്തിട്ടുള്ള ഒരു വിഷയം തന്നെയായിരുന്നു. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ തുടങ്ങിയ ആഘോഷങ്ങൾ
അവന്റെ വ്യക്തി ജീവിതത്തിലെ, അവന്റെ കുടുംബ ജീവിതത്തിലെ, അവന്റെ സമൂഹ ജീവിതത്തിലെ, അവന്റെ രാജ്യത്തിലെ നടക്കുന്ന ഉത്സവങ്ങളിൽ തുടങ്ങി എല്ലാവിധ ഉത്സവങ്ങളും അദ്ദേഹം സവിസ്തരം പ്രതിപാദിച്ചു. എങ്കിലും എന്റെ മനസ്സിൽ കടന്നുപോയ ഒരു വലിയൊരു ചിന്ത, മനുഷ്യന്റെ ജനനത്തിൽ ആഘോഷിക്കുന്ന അതേ ആഘോഷം തന്നെ അവന്റെ മരണത്തിലും ആഘോഷിക്കുന്നു എന്നുള്ള ഒരു കാര്യം ജോർജ് സാർ വിട്ടുപോയി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിവേ, പല ആളുകളും പല അഭിപ്രായങ്ങളും പറയുകയുണ്ടായി. ഇതൊരു വളരെ പരസ്യമായ ഒരു വിവാദമാണ്, ഒരു ചർച്ചയാണ്, ഒരു സല്ലാപമാണ്. ഇതിലെ ചിലർ പാലിക്കേണ്ട ചില വ്യവസ്ഥകളൊക്കെ നമുക്കുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ, മറ്റുള്ളവരുടെ വികാരത്തെ ഖണ്ഡിക്കാത്ത നിലയിലുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും ഉചിതമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. എ.സി. ജോർജ് വളരെ വ്യക്തമായിട്ട് തന്നെ ആ കാര്യങ്ങൾ പ്രതിപാദിച്ചു. എന്നാൽ ചില അടിസ്ഥാന പ്രമാണങ്ങൾ, ഇന്നത്തെ ലോകം പോലും തള്ളിക്കളഞ്ഞ പരിണാമ സിദ്ധാന്തത്തെ വീണ്ടും ഇവിടെ ജനങ്ങളുടെ മധ്യ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എത്രമാത്രം ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് പരിണാമം ചെയ്ത് മനുഷ്യരായി തീർന്നതെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ എത്രമാത്രം ശരിയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എനിവേ, ജോർജ് സാർ അവതരിപ്പിച്ച പ്രബന്ധത്തിൽ വളരെ നല്ല വിശാലമായ വിപുലമായ ആശയങ്ങളടങ്ങിയ ഈ ആഘോഷങ്ങളെക്കുറിച്ചുള്ള ഈ ചർച്ച വളരെ നന്നായിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ അവസാനിപ്പിക്കാം. അതായത് ആഘോഷങ്ങൾ എന്ത് എന്നും ഉത്സവങ്ങൾ എന്ത് എന്നും ഒന്നുകൂടെ വ്യാഖ്യാനിക്കുന്നത് നന്നായിരിക്കും. ജനനം ഒരു ആഘോഷമാണോ ഉത്സവമാണോ, അതിന്റെ വ്യത്യാസം എന്താണ് എന്നുള്ള കാര്യം കൂടെ എസ് ജോർജ് സാറിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതടുത്ത ചോദ്യോത്തര സമയത്ത് ഞാൻ ചോദിച്ചോളാം. താങ്ക് യു. നന്ദി ശ്രീ പി ചെറിയാൻ. അടുത്തതായി ശ്രീ റെജീസ് തെലുങ്കാടപ്പള്ളി. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ കഴിഞ്ഞ ആഴ്ച ആവശ്യത്തിൽ കൂടെ പറഞ്ഞത് ആഘോഷങ്ങളെ പറ്റി. അമീബ മുതൽ ഒബാമ വരെ ആഹ്ലാദ തിമിർപ്പിലാണ്. ഓരോ തിരയും ഓരോ തരിയും നിമിഷം തോറും ആകാശത്തിലാണ്. ഇപ്പോൾ ഇവിടെ ആയിരിക്കുക, റൈറ്റ് നൗ ഹിയർ. അതാണ് ആഘോഷം. ഞാൻ രാവിലെ, ഇതിന് എന്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ രാവിലെ ജോലിക്ക് പോകുന്ന പോലും അറുമാതിച്ച് ആഘോഷിച്ചുകൊണ്ടാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന പോലും. പുതിയ നിയമം ഫിലിപ്പിയർ 4:4 എപ്പോഴും സന്തോഷിപ്പിൻ. അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, ക്രിസ്തു പറയുന്നത്. സെലിബ്രേഷൻ, ദൈവത്തിന്റെ സെലിബ്രേഷനാണ് നമ്മൾ ഓരോ മനുഷ്യനും. ദൈവത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് സെലിബ്രേഷനാണ് സൃഷ്ടി. ഞാൻ ശ്വസിക്കുന്നത് പോലും ഞാൻ ശ്വസിക്കുന്നു. അവർ ഒറ്റ കാരണത്താൽ ഞാൻ അറുമാദിക്കുന്നുണ്ട്. ഇതെന്റെ വ്യക്തിപരമായ ആഘോഷമാണ്. അമേരിക്കയിലോട്ട് 80 വിസ കിട്ടിയപ്പോൾ തന്നെ ഞാനൊരു ഉന്മാദത്തിലായിരുന്നു. ആ ഉന്മാദം ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മരിച്ച ദൈവങ്ങളുടെ ശവശരീരങ്ങളിലാണല്ലോ എല്ലാ മതങ്ങളും കെട്ടപ്പൊക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ചിരിക്കുന്ന ദൈവങ്ങളെ കാണാൻ വളരെ ബുദ്ധിമുട്ട്. അങ്ങനെ ചിരിക്കുന്ന ദൈവങ്ങളുള്ള മതങ്ങൾക്കാണ് ആഘോഷപരത കൂടുതൽ. പിന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ല വണ്ടി, ഏറ്റവും നല്ല മോട്ടോർ സൈക്കിള്, ഏറ്റവും നല്ല വീട്, ഏറ്റവും നല്ല ജോലി, ഏറ്റവും നല്ല ആരോഗ്യം, ഇതൊന്നും പറയുന്നതിന് എനിക്കൊരു നാണം കേടുമില്ല. ഞാൻ അറുമാദത്തിലാണ്, ആഘോഷത്തിലാണ് ഓരോ സെക്കൻഡും. പിന്നെ എനിക്കറിയാം, ഞാൻ അറിയുന്നുണ്ട്, വെളിയിൽ നിന്നും, നമ്മുടെ ഉള്ളിൽ നിന്നല്ലാതെ വെളിയിൽ നിന്നും ഏതെങ്കിലും വസ്തുവിൽ നിന്നാണ് നമുക്ക് ആഘോഷത്തിന്റെ കാരണം ഉണ്ടാകുന്നതെങ്കിൽ പണി കിട്ടും. അകത്തുനിന്നും ഉണ്ടാകണം. പക്ഷെ ഞാനിപ്പോഴും മനുഷ്യനാണ്. ബാത്റൂമിൽ പോകുന്ന സെക്സ്, ഭക്ഷണം, ഉറക്കം, ഇതെല്ലാം എനിക്ക് ആഘോഷത്തിന്റെ നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത്. ഞാൻ നിർത്തുന്നു. നന്ദി രജീഷ് നെടുങ്ങാടപ്പള്ളിയിൽ. അടുത്തതായി ശ്രീ മാത്യു മൂലച്ചേരി. എല്ലാവർക്കും നമസ്കാരം. ഈ ആഘോഷത്തിന്റെ ദൂഷ്യവശങ്ങള്, നല്ല വശങ്ങള് എല്ലാവരും കുറച്ചൊക്കെ സംസാരിച്ചു. ആഘോഷങ്ങള് മനുഷ്യന്റെ മനസ്സിന് ഒരു സന്തോഷം പകരുന്നതാണ്. അതിനെക്കുറിച്ച് ജോർജ് സാർ വളരെ മനോഹരമായി സംസാരിച്ചു. അതിന്റെ കൂടെ ഇവിടെ വികലമായ ആഘോഷങ്ങളെ പറ്റി, ഇവിടെ വികലമായി ഈ സംഘടനകളൊക്കെ ഓരോന്നും ഓനിങ്ങനെ ഈ പൊട്ടിമുളയ്ക്കുന്നതിന്റെ കാര്യങ്ങളും കാരണങ്ങളും എല്ലാം അദ്ദേഹം തന്റെ പ്രഭാഷണത്തില് വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചു. വിവിധമായ അഭിപ്രായങ്ങൾ കേട്ടു. എന്നാൽ തന്നെ ഈ ആഘോഷങ്ങൾ അതിന്റെ കൂടെ ആരോ പറഞ്ഞു, നമ്മുടെ സെക്കൻഡ് സാറാ പറഞ്ഞെന്ന് തോന്നുന്നു,
ആഘോഷിക്കാത്ത മനുഷ്യരുണ്ട്. ആഘോഷിക്കാത്ത മനുഷ്യര് ഒരു കൂട്ടര് പെന്തക്കോസ്തുകാരെ, ബ്രദറൻകാരെ ഇവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അത് തന്നെയല്ല, ഇതൊന്നും ആഘോഷിക്കാതെ ഈ ആഘോഷങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തത് പോലുമായ മനുഷ്യരെ പേരയ്ക്കകത്തുള്ളിൽ 4 ചുവരുകൾക്കുള്ളിൽ ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്ന ധാരാളം മനുഷ്യരുമുണ്ട്. ഇവരെല്ലാവരും ഈ ആഘോഷത്തിന്റെ നന്മയുടെ ഒരു പങ്ക് അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ ആഘോഷങ്ങള് വാണിജ്യവൽക്കരിക്കപ്പെട്ടതുകൊണ്ട് ഇതിന്റെ അകത്തുനിന്ന് വളരെയധികം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പല ഗവൺമെന്റുകളും നിലനിൽക്കുന്നത് തന്നെ. ഇതിന്റെ അകത്തുനിന്ന് കിട്ടുന്ന കോടാനുകോടി രൂപ. ഒരു ഉദാഹരണം, നമ്മുടെ ശബരിമലയിലെ ആ സമയം നടക്കുന്ന ആ ആഘോഷം, അതൊരു ആഘോഷം തന്നെ, അല്ലാതെ ഒരു ഉത്സവമെന്നോ അല്ലെങ്കിൽ അവിടെ ഒരു പ്രത്യേക ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊരു ആഘോഷം തന്നെയാണ്. അവിടേക്ക് കടന്നു പോകുന്നത് ഒരു ആഘോഷം തന്നെ. അവരുടെ ആ വ്രതം എടുത്തിട്ട് അവിടെ പോയി അയ്യപ്പനെ കണ്ട് കിട്ടുന്ന ആ സന്തോഷം, ആ പോസിറ്റീവ് എനർജി, അതൊക്കെ ഒരു ആഘോഷം തന്നെയാണ്. അങ്ങനെ അവിടെ കിട്ടുന്ന, അതുപോലെ ഉൽപ്പാദിപ്പിക്കുന്ന റവന്യൂവിന്റെ നല്ലൊരു ശതമാനം അത് സർക്കാരിലേക്ക് ചെല്ലും. സർക്കാരിൽ നിന്ന് അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തും. അന്നേരം ഈ ആഘോഷങ്ങളിൽ കൂടി ആഘോഷിക്കാത്തവരും അതിൻ്റെതായ ആ നന്മ അനുഭവിക്കുന്നുണ്ട്. അത് ഒരു വശം. പിന്നെ ഈ ആഘോഷങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് പ്രത്യേകം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ വസ്ത്രം ഇട്ടുകൊണ്ട് ഒരു ചടങ്ങിന് പങ്കെടുക്കുക. കൂടുതൽ ആൾക്കാർ കൂടുന്നിടത്ത് പങ്കെടുക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, ആ വസ്ത്രം ഇടുന്നതിൻ്റെതായ പോസിറ്റീവ് എനർജി, അവിടെ നടക്കുന്ന കലാപരിപാടികളുടെയും മറ്റു പരിപാടികളുടെയും നിന്ന് ലഭിക്കുന്നതായ പോസിറ്റീവ് എനർജി, ജോർജ് സാർ പറഞ്ഞ പോലെ ഈ ഡിക്കിയിൽ നിന്ന് കിട്ടുന്ന ആ പോസിറ്റീവ് എനർജി, ഇങ്ങനെ പലതരമായ പോസിറ്റീവ് എനർജികളെ, അതായത് മനുഷ്യന്റെ മനസ്സിനെ ഇങ്ങനെ ഉത്തേജിപ്പിച്ച് അവന് കൂടുതൽ നാള് ജീവിക്കാൻ അനുവദിക്കുക. അതായത് നിരാശയുടെ, അതായത് ഞാൻ മുമ്പേ തമാശയ്ക്ക് പറഞ്ഞ് ഈ തുരുമ്പാവസ്ഥയിലാണ് മനുഷ്യൻ ഒരു പ്രായം കഴിഞ്ഞാൽ കടന്നു പോകുന്നത്. ഞാനും ഇപ്പോൾ ആ തുരുമ്പാവസ്ഥയിലെത്തി. ഈ തുരുമ്പാവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് ആ തുരുമ്പിനെ ഒന്ന് കളയുവാനുള്ള ഒരു അവസരം ആണ് ഈ ആഘോഷങ്ങള് ഈ സമൂഹം ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ ആഘോഷങ്ങളെ നമ്മള് സ്നേഹിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക. ഓരോ ദിവസവും നമ്മുടെ രാജൻ മർക്കോസ് സാർ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ആഘോഷിക്കുക. അതായത് ഓരോ നിമിഷവും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ഓരോ സെക്കൻഡിനും ഓരോ സെക്കൻഡും നമ്മൾ ആഘോഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ആഘോഷങ്ങൾ നല്ലതാണ്. എല്ലാവരും ധാരാളം ആഘോഷിക്കുക. ഞാൻ നിർത്തി. നന്ദി ശ്രീ മാത്യു മൂലച്ചേരിൽ. ഇപ്പോൾ എല്ലാവരും തന്നെ പ്രാരംഭമായി സംസാരിച്ചു എന്ന് കരുതുന്നു. ആഘോഷത്തെക്കുറിച്ച് 2 വാക്ക് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യന് സ്വാഭാവികമായി നൈസർഗികമായി ഉള്ള ഒരു വികാരമാണ് ആഘോഷിക്കുക എന്ന് പറയുന്നത്. അത് ആദിമ കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആഘോഷം എപ്പോഴും അനിവാര്യമാണ്, അത് വേണ്ടതാണ്. മനുഷ്യനെ അത് മുന്നോട്ട് നയിക്കുന്ന ഒരു വികാരം തന്നെയാണ്. പക്ഷെ ഈ ആഘോഷങ്ങളും മതങ്ങളും തമ്മിലുള്ള ചില അവിശുദ്ധ കൂട്ടുകെട്ടുകൾ, അത് ചില അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് ചിലർ ഇവിടെ സംശയം രേഖപ്പെടുത്തി. അത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം ഇതൊക്കെ ഭരിക്കുന്ന സർക്കാരുകളുടെ നേതൃത്വത്തിൽ വേണം ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും അതിലെ പ്രജകളെ അല്ലെങ്കിൽ പൊതുജനങ്ങളെ അതിൽ പങ്കെടുക്കുവാനും. ഇത് ചിലർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളെ സംരക്ഷിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവസരങ്ങളാക്കി മാറ്റരുത്. ആഘോഷിക്കുക എന്നുള്ളതിന് സർക്കാർ തന്നെ അതിന് അവസരമൊരുക്കി ആളുകളുടെ ആ നൈസർഗിക വാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നാണ് എൻ്റെ പക്ഷം. ഇനി ഈ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5 സ്റ്റാർ അമർത്തിയാൽ അവർക്ക് അവസരം കിട്ടും. 5 സ്റ്റാർ അമർത്തിയാൽ സംസാരിക്കാൻ അവസരം കിട്ടും. ഇപ്പോൾ ശ്രീ PV ചെറിയാൻ ഫ്ലോറിഡയിൽ നിന്ന്.